ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. ടുഡേ ഐ വിൽ ഗിവ് യു സം ഫ്രേസൽ വെർബ്സ്. It should be important in talking. When you use this, you will then other guys think you are very top in English. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തറിയൂ, ഈ ഫ്രേസൽ വെർബ് നമ്മൾ സംസാരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഭയങ്കര ഒരുപാട് മീനിങ് ഡിഫറൻസ് വരും ഇതിൽ കേട്ടോ. मेरा दर्शकों, ये फ्रेसल वर्ब है इस ज़्यादा बहुत इम्पोर्टेंट है आपको बोलने के लिए सब कुछ. ओके, നോക്കാം. ഫസ്റ്റ് വൺ, എ ബിഗ് ഗൺ. എ ബിഗ് ഗൺ, യു നോ വാട്ട്സ് ദ മീനിങ് ഈസ് എ മാൻ ഇൻഫ്ലുവൻസ്, അല്ല നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി. बहुत बड़ा आदमी है, बहुत बड़ा പൂര, അതാണ് അതിന് അർത്ഥം വരുന്നത്. അല്ല, നല്ല ഇൻഫ്ലുവൻസ്, നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി. ദെൻ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മീൻസ് ഡെത്ത് സെൻറ്റൻസ്, മരണശിക്ഷ. മൗത്ത്, ഹിന്ദി മേ മൗത്ത് അല്ലേ, മരണം, മരണശിക്ഷ. ദണ്ഡന എന്നൊക്കെ പറയും അല്ലേ, ദണ്ഡന ഇൻ തമിഴ് മേ തമിഴ്ക്ക് ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ അവർ സൊല്ലും എന്താ മരണദണ്ഡനയിൽ എല്ലാം സൊല്ലും. ദെൻ ക്ലോസ് ഫിസ്റ്റഡ് മാൻ. ഫിസ്റ്റ് അറിയാലോ, യു നോ വാട്ട് ഇസ് എ ഫിസ്. നമ്മുടെ വിരലിനെ പറയണത് കേട്ടോ, എന്ത് വിരലെന്ന് പറയാം, ഫിസ്. ക്ലോസ് ഫിസ്റ്റഡ് മാൻ എന്ന് പറഞ്ഞാൽ മൈസർ. മൈസർ മീൻസ് പിശുക്കൻ. പൈസ ഒന്നും ചിലവാക്കില്ല, പിശുക്കൻ എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. മൈസർ. മൈസർ ഒരുപാട് ലെസൺസ് ഉണ്ട്. മൈസർ എന്ന് പറഞ്ഞൊരു ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് മൈസർ. ഇറ്റ്സ് എ വെരി 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 ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, മൈസർ. ദെൻ നെക്സ്റ്റ് വൺ, ഡച്ച് കറേജ്. ഡച്ച് കറേജ്, ഡു യു നോ ഡച്ച്? ഇറ്റ്സ് എ കൺട്രി. ഡച്ച് അല്ലേ, പഴയ കാലത്ത് ഡച്ച് ഭരണം എന്നൊക്കെ പറയാം. ഡച്ച് അല്ല, ഇപ്പൊക്കെ പേര് മാറി ഡച്ച് എന്ന് പറയുമ്പോൾ. But Dutch country, Portuguese, I think so. Dutch courage പറഞ്ഞാൽ courage excited by liquor. മദ്യം കുടിച്ച് വരുന്ന ധൈര്യം അല്ലേ, ലിക്വറാണ് എക്സൈറ്റഡ്. शराब पीने तक उसके बाहर उसके then आपको courage देता है. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ കറേജ് വരും. അത് എല്ലാവരുടെയും അല്ല കേട്ടോ, ഒരുമാതിരി ആൾക്കാരുടെയൊക്കെ സ്വഭാവം അല്ലേ, അതിനാണ് പറഞ്ഞത് ഡച്ച് കറേജ്. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഇംഗ്ലീഷായി മാറും. കാരണം ഒരാൾക്കും അറിയില്ല പെട്ടെന്ന്. ഈവൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മെൻ നോട്ട് മാൻ, ദേ കുഡൻറ്റ്. അല്ല, അവർക്ക് വരെ അറിയാൻ പറ്റില്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ത് ഭാഷയാണെന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും നല്ല ഇംഗ്ലീഷായി മാറും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഒരുപാടുണ്ട്, ഇത് പഠിച്ചിരിക്കണം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് കുഡ് ബി വെരി 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 യൂസ്ഫുൾ ടു യു ആൻഡ് അതർ ഗൈസ്. വെൻ യു സ്പീക്ക് ദിസ് വൺ ദെൻ ദി അതർ ഗൈസ് ഹിയർ യു. അല്ലേ, നിങ്ങൾ സംസാരിക്കും, മറ്റുള്ളവരത് കേൾക്കുക, അവരും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും. ദെൻ നെക്സ്റ്റ് വൺ, ഫ്രഞ്ച് ലീവ്. അല്ലെ, ഫ്രഞ്ച് ലീവ് മീൻസ് ആബ്സെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ. അല്ലേ, പറഞ്ഞാൽ ഒരു അനുവാദം ഇല്ലാതെ ലീവ് എടുക്കുക. छुट्टी विदाउट परमिशन. അനുവാദ് യു നോ, അനുവാദം ഇല്ലാതെ അത് നമുക്ക് ചുട്ടി എടുക്കുക എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ, ഗലാഡേ. ഗലാഡേ മീൻസ് എ ഡേ ഓഫ് ഫെസ്റ്റിവിറ്റി, ആഘോഷങ്ങളുടെ ഒരു ദിവസം. പൂര ആഘോഷ്, ഫെസ്റ്റിവൽ. Then a greenhorn. A greenhorn means an experienced person, വളരെ അനുഭവമുള്ള ഒരു വ്യക്തി. थोड़ा अनुभव मिलता मिलने के बाद आदमी, മനസ്സിലായില്ലേ, അനുഭव के पूरा अनुभव मिलता के बाद वो अपने लोग को ऑब्जर्व करे और टॉकिंग करे. The next one,
ഹാർഡ് ബോയിൽഡ്, ക്രൂരൻ, ബഹുത്ത് മുഷ്കിൽ, ഭയങ്കര ക്രൂരനാണെന്നൊക്കെ പറയും നമ്മൾ അല്ലേ, ആ രീതി. ദ നെക്സ്റ്റ് വൺ, ഹോസ് യു നോ അല്ലേ, എന്താ പറയണ ഗൗഡ, ഹോസ് ലാഫ്, ഹസ്ത, തമാശയിൽ പറയണുണ്ട്, പക്ഷേ അത് നല്ല മീനിങ് ആണ്. ഹോസ് ലാഫ് എന്നൊക്കെ പറഞ്ഞാൽ ആൻ അക്കമ്പനിങ് ഫോൾ ലാഫ്, മോശമായ ഒരു ചിരി എന്നൊക്കെ പറയും. പല ചിരികളുണ്ട് കേട്ടോ, സൈക്കിളിൽ നിന്ന് പോണ ചിരി അല്ലേ, പിന്നെന്താണ് ഒരു ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ചൊരു സ്ത്രീകളെ കണ്ട ഒരു ചിരിയുണ്ട് അല്ലേ, സൈക്കിളിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വീഴുകയൊക്കെ ചെയ്ത് ആരെങ്കിലും മുമ്പെന്ന്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ മുമ്പെന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു ജാതി ചിരി അല്ലേ. പിന്നെ അട്ടഹാസം എന്നൊക്കെ പറയും ചിരി, പലതരത്തിലുള്ള ചിരികൾ. ഹസ്തേ ചിരിക്കുക, ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചിരി നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിരിച്ച ആളുകൾക്ക് ആയുസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് തന്നെ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണം, ഇത് നന്നായി പഠിക്കണം നിങ്ങൾ. യു ഷുഡ് സ്റ്റഡി ഇറ്റ് വെൽ, then you can speak very well in English, not only in English, then other languages also. Then okay, then see you in my next video. Okay, then good night, Shubh Ratri.